ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ലേഖകൻ രാജ്മോഹൻ. കൊച്ചിയിലെ സീപോർട്ട് എയർപോർട്ട് റോഡ് രണ്ടാം ഘട്ട നിർമ്മാണത്തിന് HMDയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിനായി കെട്ടിവയ്ക്കേണ്ട 18,77,00,000 രൂപ സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു. രണ്ടാം ഘട്ട നിർമ്മാണത്തിന് HMDയുടെ 1.6352 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് വികസനത്തിനായി തുക കെട്ടിവെച്ച് ഭൂമി വിട്ടു നൽകണമെന്ന് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. NADയുടെ ഭൂമി കൂടി ലഭിക്കുന്നതിന് 23 കോടി രൂപ ഉടൻ അനുവദിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന 26 കിലോമീറ്റർ സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ ഇരുമ്പനം മുതൽ കളമശ്ശേരി വരെ 11 കിലോമീറ്റർ വരുന്ന ആദ്യഘട്ടം 2014 പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടം കളമശ്ശേരി HMD റോഡ് മുതൽ എയർപോർട്ട് വരെ 14 കിലോമീറ്റർ ദൂരമാണ്. ഇതിന്റെ നിർമ്മാണം 4 സ്ട്രെച്ചുകളിലായാണ് നടപ്പാക്കുന്നത്. HMD മുതൽ NAD വരെയുള്ള 2 കിലോമീറ്റർ, NAD മുതൽ മഹിളാലയം വരെ 7 കിലോമീറ്റർ, മഹിളാലയം മുതൽ ചൊവ്വര വരെ 1 കിലോമീറ്റർ, ചൊവ്വര മുതൽ എയർപോർട്ട് വരെ 4 കിലോമീറ്റർ എന്നിവയാണ് സ്ട്രെച്ചുകൾ. ഇതിൽ HMD NAD റീച്ചിന്റെ നിർമ്മാണത്തിനായുള്ള ഭൂമിക്കാണ് ഇപ്പോൾ തുക അനുവദിച്ചിരിക്കുന്നത്. ഈ റീച്ചിൽ HMDയുടെയും NADയുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥലമൊഴികെയുള്ള 2 കിലോമീറ്ററോളം നിർമ്മാണം 2021 പൂർത്തിയാക്കിയിരുന്നു. തങ്ങളുടെ ഭൂമിക്ക് വിപണി വില HMD ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ കേസിൽ ഭൂമി സംസ്ഥാന ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ HMD സമർപ്പിച്ച അപ്പീലിൽ നിശ്ചിത തുക കെട്ടിവെച്ച് ഭൂമി വിട്ടു നൽകാൻ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഇടുകയായിരുന്നു. NADയിൽ നിന്ന് 23 കോടി രൂപ നൽകി 529 സെന്റ് ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. റോഡ് വീതി കൂട്ടലിനും കോമ്പൗണ്ട് ഭിത്തി നിർമ്മിക്കുന്നതിനും കൂടി ചേർത്ത് ആകെ 32,26,00,000 രൂപയാണ് വേണ്ടത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല ഇൻഫർമേഷൻ സെന്റർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തര ടെർമിനലിന്റെ ആഗമന ഭാഗത്താണ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്കും ഭക്തർക്കും 24 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന രീതിയിലാണ് സെന്ററിന്റെ പ്രവർത്തനം. ഇൻഫർമേഷൻ സെന്ററിലുള്ള കൗണ്ടർ വഴി അപ്പം, അരവണ പ്രസാദം തുടങ്ങിയവ ഡിജിറ്റലായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബുക്ക് ചെയ്ത രസീതുമായി ശബരിമല മാളികപ്പുറം നടക്കടുത്ത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കൗണ്ടറിൽ ചെന്നാൽ പ്രസാദം ലഭിക്കും. അന്നദാനത്തിനും മറ്റുമുള്ള സംഭാവനകളും കൗണ്ടർ വഴി നടത്താവുന്നതാണ്. ഇതോടൊപ്പം വഴിപാടുകൾ നടത്താനുള്ള കാണിക്ക സൗകര്യവും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി വിമാനത്താവളത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി ഇടത്താവളവും ഒരുക്കിയിട്ടുണ്ട്. തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും മറ്റുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കൊപ്പം ഇടത്താവളത്തിനുള്ളിൽ തന്നെ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ഡിസ്പ്ലേ, സമീപത്തായി പ്രീപെയ്ഡ് ടാക്സി കൗണ്ടർ, കുറഞ്ഞ ചെലവിൽ സിയാലിലെ 0484 എയറോ ലോഞ്ചിൽ താമസ സൗകര്യം എന്നിവയും ലഭ്യമാണ്. സിയാലിൽ നിന്ന് പമ്പയിലേക്കുള്ള KSRTC എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് സർവീസ് നടത്തിവരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി 2 ദിവസത്തെ ഉപജില്ലാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. യൂണിസെഫിന്റെ സഹായത്തോടെയാണ് ഇവ സംഘടിപ്പിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭിന്നശേഷി കുട്ടികൾക്ക് കൈത്താങ്ങ് നൽകാൻ സഹായിക്കുന്ന പ്രോഗ്രാം തയ്യാറാക്കലാണ് ഈ വർഷത്തെ ക്യാമ്പുകളുടെ പ്രത്യേകത. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണത്തിനുള്ള ആനിമേഷൻ പ്രോഗ്രാമുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ക്യാമ്പിൽ തയ്യാറാക്കിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ 208 ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകളിലായി 19,170 അംഗങ്ങളുള്ളതിൽ സ്കൂൾ തല ക്യാമ്പുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 1,306 കുട്ടികൾ ഉപജില്ലാ ക്യാമ്പുകളിൽ പങ്കെടുത്തു. ജില്ലയിൽ ഉപജില്ലാ ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 106 കുട്ടികളെ അടുത്ത മാസം നടക്കുന്ന ജില്ലാ ക്യാമ്പിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. എറണാകുളം സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനതല സുനാമി പ്രതിരോധ മോക്ക് ഡ്രിൽ എടവനക്കാട് പഞ്ചായത്ത് അണിയിൽ ബീച്ച് പരിസരത്ത് കഴിഞ്ഞ ദിവസം നടന്നു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുക, സമൂഹാധിഷ്ഠിത ദുരന്ത നിവാരണം സാധ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. യുനെസ്കോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ നിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് മോക്ക് ഡ്രിൽ നടന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.